മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന ശുശ്രൂഷയിൽ കണ്ട് സംസാരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ കരബലത്തിൽ മുന്നോട്ട് പോകുന്നതിലുള്ള സന്തോഷം നന്ദിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഏറ്റുപറയാം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി. നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണേ. നിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ദാസൻ്റെ മേലും ഈ വചനം കേൾക്കുന്ന നിൻ്റെ എല്ലാ മക്കളുടെ മേലും നിൻ്റെ ആത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കണേ. ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള നിൻ്റെ വചനം ഞങ്ങളുടെ അസ്ഥിയിലും അജ്ജയിലും തുളച്ചു കയറി ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ ഈ ശുശ്രൂഷയിലൂടെ നീ ഇടയാക്കണേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, വചനത്തിന് കീഴടങ്ങിയ അമ്മ, ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങളോട് ആയിരിക്കണമേ. ആമേൻ. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഉയർപ്പ് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നിരുന്നു. ഭാര്യ വളരെ ആഹ്ലാദ ചിത്തയായിരുന്നു, ഭർത്താവ് അല്പം മ്ലേനവതനുമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത് നിങ്ങൾക്ക്? ഇപ്പോൾ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ 50 ദിവസം നന്നായിട്ട് നോമ്പെടുത്തു, എല്ലാം ഭംഗിയായി, നോമ്പ് വീടി, അതോടുകൂടെ ചേട്ടൻ തെങ്ങുമ്പോൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത് ഒരാളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ചേട്ടൻ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, എല്ലാം അവസാനിപ്പിച്ച് 50 ദിവസം വളരെയേറെ ത്യാഗത്തിൻ്റെ വഴികളിലൂടെ, സഹനത്തിൻ്റെ വഴികളിലൂടെ, കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ
പങ്കെടുത്തതാ. അത് കഴിഞ്ഞ് ചേട്ടൻ വഴി വിട്ടുപോയി. ചേട്ടൻ വീണ്ടും പഴയ മാളങ്ങളിലേക്ക് മടങ്ങി. ചേച്ചിയും ചേട്ടനും കൂടെ വന്നിരിക്കുന്നത് എന്നെ കാണാൻ മാത്രമല്ല, ചേട്ടനൊന്ന് ഉപദേശിക്കണം, ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഇത് ഈ മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരനുഭവമല്ല, നമ്മിലേറെ പേർക്കും പറ്റുന്ന വലിയ ഒരപകടമാണ്. വഴി വിട്ടുപോകാനുള്ള പൈശാചികമായിട്ടുള്ള. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 14 വരെയുള്ള വചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 14 വരെയുള്ള വചനങ്ങളിലെ ആദ്യ ഭാഗം പത്രോസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് മടുത്തു. അവൻ മരിച്ചിട്ട് 3 ദിവസമായി. ഉത്ഥാനം ചെയ്തെന്ന് പറയുന്നുണ്ട്. അവൻ പലർക്കും കാണപ്പെട്ടു. പക്ഷെ അതിലൊന്നും ഇനി സ്ഥായിയായിട്ട് ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും കൂടെ വരുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം. ദിദിമോസ് പറഞ്ഞു, ഞാനും മടുത്തു, ഞാനും കൂടെ വന്നേക്കാം. നഥാനിയേൽ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. സബദിപുത്രന്മാരായ യാക്കോബ് യോഹന്നാനും പറഞ്ഞു, എന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നവരാണ്, നിങ്ങളെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ. വേറെ 2 ശിഷ്യന്മാരും കൂടി ഉണ്ടായി. അങ്ങനെ 7 പേര് കൂടെ തിബേരിയസ് കടലിലേക്ക് മീൻ പിടിക്കാൻ പോയി. ഒരുപക്ഷെ അവർ മീൻ പിടിക്കാൻ വള്ളവും വലയും കടലും തേടി പോകുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ കർത്താവ് കഫർനാഹൂമിൻ്റെ തീരത്ത് വെച്ച് പത്രോസിനെ കണ്ടുമുട്ടി. പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസിനെ കണ്ടുമുട്ടി. സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടുമുട്ടി. വലിയ മീൻപിടുത്തം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അവർക്ക് സാധിക്കാത്ത ഒന്ന് സാധിച്ചു. ആഴത്തിലേക്ക് വലയിറക്കി വല കീറുവോളം മത്സ്യങ്ങൾ കിട്ടി. അവർ അത്ഭുത സ്തബ്ധരായി. പത്രോസ് കർത്താവിനോട് പാദാന്തികത്തിൽ വീണിട്ട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ട് പോകണം. കർത്താവ് കരം ചേർത്ത് മാറോട് ചേർത്ത് പത്രോസിനെ പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റേതാണ്. നീ ഇനി മീൻ പിടിക്കുന്ന പത്രോസല്ല, നീ മനുഷ്യരെ പിടിക്കുന്ന പത്രോസാണ്. ഒരുപക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമുള്ളൊരു പ്രസ്താവന കൊണ്ടാണ്. പത്രോസ് വള്ളവും വലയും കടൽക്കരയിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. വള്ളവും വലയും കടൽക്കരയിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. ആ പത്രോസാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മനുഷ്യരെ പിടിക്കാനായിട്ട് കർത്താവ് അഭിഷേചിച്ച, കർത്താവ് കരം കൊടുത്ത് കരുത്ത് പകർന്ന പത്രോസ് പറയുകയാണ്, ഞാൻ മടുത്തു. അവൻ്റെ പിറകെ പോയതിലെ ഇച്ഛാഭംഗമുണ്ട്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അവർ വള്ളവും വലയും എടുത്ത് തിബേരിയസ് കടലിൻ്റെ തീരത്ത് പഴയ മുക്കുവ പണിയിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണിത്, മടുപ്പ് തോന്നുക. കർത്താവിൻ്റെ കൂടെ പോയതിലെ തെറ്റിപ്പോയെന്ന് തോന്നുക. കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഇതിലും ഭേദം പഴയതായിരുന്നു എന്നുള്ളൊരു തോന്നലേ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇത് ഉണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ഭാരങ്ങളും ദുഃഖങ്ങളും ചിലപ്പോൾ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്,
മടുത്തു, വേണ്ടായിരുന്നു. ഇതിലും ഭേദം പഴയ മാളങ്ങളിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ഒരു വലിയ പ്രലോഭനം അതാണ്. സ്ഥായീഭാവത്തോടുകൂടെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിനു പകരം പഴയ മാളങ്ങളിലേക്ക് മടങ്ങാനുള്ള മനുഷ്യൻ്റെ പ്രവണത. കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയിട്ട് 50 വർഷമാകുകയാണ്. അതിൻ്റെ മഹാജൂബിലിക്ക് വേണ്ടി കേരള സഭ ഒരുങ്ങുന്നു, സാർവത്രിക സഭ ഒരുങ്ങുന്നു. ഈ ജൂൺ മാസത്തിലെ മാർപ്പാപ്പ വലിയ ഒരു സമ്മേളനം റോമിൽ വെച്ച് കൂടുകയാണ്. കേരളത്തിൽ നിന്ന് വലിയ പ്രതിനിധി സംഘമൊക്കെ പോകുന്നുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നതിന് ശേഷം നടത്തപ്പെട്ട കൺവെൻഷനുകളും ധ്യാനങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും അഭിഷേകങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള സഭ കഴുകി വൃത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു വരും. പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. കൺവെൻഷനുകൾക്ക് വന്നുകൂടുന്ന ആളുകളുടെ എണ്ണം പൂർവാധികം വർദ്ധിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിലെ ആനന്ദവും അഭിമാനവും ഉണ്ടാകണം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയിലെ ഒരു പ്രാവശ്യം എഴുതി വച്ചിട്ടുണ്ട്, കർത്താവേ, നിന്റെ സഹനങ്ങൾ രോഗമായിട്ട് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, എനിക്ക് മടുക്കുമെന്ന് കരുതിയിട്ട് നീ എന്നെ പീഡിപ്പിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിഷ്കളങ്കമായിട്ടുള്ള ഒരാത്മാർത്ഥതയാണ്. എനിക്ക് മടുക്കുമെന്ന് തോന്നിയിട്ട് നീ എന്നെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പത്രോസിനോട് കർത്താവ് ചോദിച്ചില്ല, നിനക്ക് വേണമെങ്കിൽ പൊയ്ക്കൂടെ? എൻ്റെ ശരീരം ഭക്ഷിക്കാൻ തരുന്നു, എൻ്റെ രക്തം പാനം ചെയ്യാൻ തരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി എന്ന് പറയുന്നു. ആ തർക്കവേളയിൽ കർത്താവ് പത്രോസിനോട് ചോദിച്ചില്ലേ, നിനക്കും വേണമെങ്കിൽ പൊയ്ക്കൊള്ളൂ. പത്രോസ് കർത്താവിനോട് പറഞ്ഞ വാക്കുകളുണ്ട്, ഞങ്ങൾ എവിടെ പോകാനാ? നിന്റെ അടുക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ക്രൈസ്തവ ശിഷ്യത്വത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളൊരു വലിയ സന്ദേശം ഇതാണ്. പ്രത്യാശ നിർഭരമായിട്ട് കർത്താവിൻ്റെ സഹനത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നമ്മൾ പഠിക്കണം. നോമ്പ് വീടി, നോമ്പ് പിടിച്ചു എന്നൊക്കെ പറയുന്ന ചില പ്രതീകങ്ങളാണ്. നോമ്പ് പിടിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിക്കുന്നു, നോമ്പ് വീടുമ്പോൾ ഛർദ്ദിച്ചത് മുഴുവൻ വാരിക്കൂട്ടി വീണ്ടും തിന്നുന്നു. ഇല്ല മക്കളെ, നമുക്ക് സ്ഥായീഭാവത്തോടെ നിൽക്കാൻ കാരണമാകട്ടെ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു കച്ചവടക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ കച്ചവടം വളരെ അഭിവൃദ്ധിയിലായിരുന്നു. എന്തുമാത്രം അഭിവൃദ്ധി എനിക്കുണ്ടായത്. വലിയൊരു വീട് പണിതു, എൻ്റെ പെൺകുച്ചങ്ങളുടെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടു. എൻ്റെ മകൻ എനിക്കൊരുപാട് പ്രത്യാശ തന്നു. നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ് അവൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിൻഗാമിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് വലിയ പ്രതിസന്ധിയുണ്ട് പിതാവേ. കച്ചവടം നന്നായിട്ട് പോകുന്നില്ല, ചെക്കൻ വഴിവിട്ടു പോകുന്നു, കുടുംബത്ത് സമാധാനമില്ല. പിതാവ് പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, സഹോദര, നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലും കർത്താവിൻ്റെ മാർഗങ്ങൾ വിട്ട് നിങ്ങൾ ചരിക്കുന്നുണ്ടോ? എന്താ പിതാവ് അങ്ങനെ ചോദിക്കുന്നത്? അയാൾ എന്നോട് സാഹോദര്യം ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, പലപ്പോഴും നമുക്ക് വലതുവശം ചേർന്ന് വലയിറക്കേണ്ടതിന് പകരം പിശാച് നൽകുന്ന വലിയൊരു പ്രലോഭനമുണ്ട്, ഇടതുവശം ചേർന്നും വലയിറക്കാൻ. അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, പിതാവ് പറഞ്ഞത് വളരെ സത്യമാണ്. എൻ്റെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടപ്പോൾ, എൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്നപ്പോൾ, വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗിച്ച് എൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കാനും എൻ്റെ ലാഭവിഹിതം വർദ്ധിപ്പിക്കാനും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വലതുവശം ചേർന്ന് നടക്കുക.
കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? മീൻ പിടിക്കാൻ പോയി, രാത്രികാലം മുഴുവൻ മീൻ പിടിച്ചു. മീൻ പിടുത്തത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയുന്നവർ പറയുന്നത് മീൻ പിടിക്കാൻ ഏറ്റവും നല്ല സമയം പാതിരാത്രിക്കും പുലർച്ചയ്ക്കും ഇടയ്ക്കുള്ള സമയമാണ്. പത്രോസും കൂട്ടുകാരും മീൻ പിടിക്കാൻ പോയത് ഏറ്റവും മീൻ പിടിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ്, ഏറ്റവും അനുകൂലമായ ഒരു സമയത്താണ്. അവരെ പാടുപെട്ട് പണിയെടുത്ത് വല വലിച്ചെറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല, യാതൊന്നും കിട്ടിയില്ല. കർത്താവ് അപ്പോഴാണ് അവരോട് വന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒരു കുത്തുചോദ്യമാണ്. അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ല. എങ്കിൽ നിങ്ങൾ വലതുവശത്തേക്ക് മാറ്റി വല ഇറക്കുക. എൻ്റെ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നീതിയുടെ മാർഗങ്ങളിൽ നിന്ന് വിട്ടു ചരിക്കരുത്. സത്യത്തിൻ്റെ മാർഗങ്ങളിൽ നിന്ന് വിട്ടു ചരിക്കരുത്. ജീവന്റെ നിത്യജീവന്റെ മാർഗങ്ങളിൽ നിന്ന് വിട്ട് നിങ്ങൾ ചരിക്കരുത്. കർത്താവിനെ വിട്ട് ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കെല്ലാം പത്രോസിൻ്റെയും ദിദിമോസിൻ്റെയും നഥാനിയേലിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അവരെ കൂടെ കൂടിയ മറ്റു 2 ശിഷ്യന്മാരുടെയും ഫലമാണ് ഉണ്ടാക്കുക. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പറ്റിയതൊക്കെ പറ്റി, തിരുത്തണം. നമുക്ക് ആവശ്യമില്ലാത്ത വെട്ടിപ്പും തട്ടിപ്പൊന്നും വേണ്ട. കച്ചവടം നല്ല നിലയ്ക്ക് നടത്തണം, നല്ല സാധനങ്ങൾ കൊടുക്കുക, മിതമായ ലാഭമെടുക്കുക, മറ്റുള്ളവരോട് പരിഗണന കാണിക്കുക, കൂടെ ജോലി ചെയ്യുന്നവരോട് നീതിപൂർവ്വം വർത്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ സമാധാനം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പലരുടെ വീട്ടിൽ സമാധാനക്കേടുണ്ട്. അത് കാശില്ലാത്തതിൻ്റെ പേരിലല്ല, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിലല്ല. നിങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത വിധത്തില് നിങ്ങളെ പീഡകള്, മാനസിക സംഘർഷങ്ങള് നിങ്ങളുടെ മക്കളിലൂടെ, നിങ്ങളുടെ കച്ചവടത്തിലൂടെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ വലയിറക്കിയിരിക്കുന്ന ഇടതുവശത്താണ്. വല വലിച്ചു കയറ്റുക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ വലതുവശത്തേക്ക് വലയിറക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കഫർനഹൂമിലെ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് കാണുന്ന സമയത്ത് അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് വലയിറക്കുക, ആഴത്തിലേക്ക് വലയിറക്കുക. ഒരുപക്ഷെ വലതുവശത്ത് വലയിറക്കുക, ആഴത്തിലേക്ക് വലയിറക്കുക. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ അഭിവൃദ്ധി വരുംതോറും സമ്പത്ത് വർദ്ധിക്കുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, ആഴങ്ങൾ വിട്ടുപോകരുത്, വലതുവശം വിട്ടുപോകരുത്. ആഴങ്ങൾ വിട്ടുപോയാലേ, വലതുവശം വിട്ടുപോയാലേ ഞാനും നിങ്ങളും പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടും. ഒരിക്കലും ഒരു കുടുംബം എന്നെ കാണാൻ വന്നപ്പോൾ അവരുടെ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്കൊരു സങ്കടമുണ്ട് അച്ഛാ, ഞങ്ങൾ നടന്നു പോയിരുന്നപ്പോൾ 15 മിനിറ്റ് പള്ളിയിലെ മുമ്പ് ചെല്ലുമായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവ് വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ കുർബാന തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ പോണത്. ആഴങ്ങൾ വിട്ടുപോകുന്നു, വലതുവശം വിട്ടുപോകുന്നു. ചിലനോട് പറയാറുണ്ട്, ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മുട്ടുകുത്താറ് ആരും ഇരിക്കാറില്ല. കരങ്ങൾ വിരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് സന്തോഷം കിട്ടാറുണ്ട്. അത് ഞങ്ങൾക്ക് ഇന്ന് കൈമോശം വന്നു പിതാവേ, അത് ഞങ്ങൾക്ക് വിട്ടുപോകുന്നു. ആഴങ്ങളിലേക്ക് വലയിറക്കുക, വലതുവശത്തേക്ക് വലയിറക്കുക. കർത്താവ് ഇന്നത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 14 വരെയുള്ള വാക്കുകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തിബേരിയോസ് തീരത്ത് തീക്കനലിൽ അവൻ മീൻ പൊരിച്ച് അവരെ കാത്തിരുന്നു. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. മക്കളെ വന്ന് പ്രാതൽ, എത്രയോ ഹൃദ്യമായ ഒരു അഭിസംബോധനയാണ്. മക്കളെ, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. പക്ഷെ പ്രാതൽ ഒരുക്കിയിരിക്കുന്നത് തീക്കനലിലാണ്.
നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വളർച്ച സഹനത്തിലാണ് മക്കളെ. തീക്കനലിലൂടെ നടക്കുന്ന അനുഭവം. നമുക്കെന്ന് സഹനങ്ങളുണ്ടോ, നമുക്കെന്ന് ബുദ്ധിമുട്ടുകളുണ്ടോ, എന്ന് നമുക്ക് പ്രതിസന്ധികളുണ്ടോ, അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയോട്, ക്രൂശിതനോട്, മുറിക്കപ്പെടുന്നവനോട് വളരെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പത്രോസ് ഇറങ്ങി വല വലിച്ചു കയറ്റി അവർ പിടിച്ച മത്സ്യങ്ങളിൽ കുറേ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കൈകൾ കൊടുത്തു. കർത്താവ് ആ തീക്കനിൽ വെച്ചത് വീണ്ടും പൊരിച്ച് അവർക്ക് തൻ്റെ സഹനത്തിലുള്ള കൂട്ടുപങ്കാളിത്തത്തിലെ അവകാശം കൊടുത്തു. ഞാനും നിങ്ങളും രോഗപീഠകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ട് ഈ രോഗം? എങ്ങനെയാണ് ഞാൻ ഈ മുന്നോട്ട് പോകുക? എനിക്ക് ഇങ്ങോട്ട് പറയാൻ ആഗ്രഹം, നിങ്ങളുടെ രോഗപീഠകളെല്ലാം തന്നെ കർത്താവിൻ്റെ തീക്കനിലുള്ള നിങ്ങൾ പിടിച്ച മീനിൻ്റെ കൂട്ടുപങ്കാളിത്തത്തിൻ്റെ അടയാളങ്ങളാണ്. 153 മീൻ പിടിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഈ 153 എന്ന ഈ പ്രയോഗത്തെ സംബന്ധിച്ച് ചില പഠനങ്ങളൊന്നും നോക്കി. തിബേരിയസ് കടലിലെ തീരത്ത് ആകെയുള്ള മത്സ്യസമ്പത്ത് 153 വിഭാഗമാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ 153 വിശുദ്ധനായ ജെറോം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന പാരമ്പര്യത്തിൽ പറയുകയാണ്, ആ കടലിലുള്ള എല്ലാ മത്സ്യങ്ങളെയും ഉൾക്കൊണ്ട വലയാണ് കർത്താവിൻ്റെ വല, സാർവത്രികതയുടെ വല. ആരെയും മാറ്റി നിർത്താൻ പാടില്ല, ആരെയും ഉപേക്ഷിക്കാൻ പാടില്ല. അവൻ പാപിയാണ്, അവൻ ചുങ്കക്കാരനാണ്, അവൻ കൊള്ളപ്പലിശക്കാരനാണ്, ഇത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാണ്, ഇത് ധൂർത്തപുത്രനാണ്. സഭയ്ക്കകത്ത് അങ്ങനെയുള്ള വിഭാഗീയത പാടില്ല മക്കളെ. എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുന്നൊരു വല നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളുടെ വലകൾ പൊട്ടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മത്സ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. അപ്പനോട് മിണ്ടാത്ത മക്കള്, അമ്മയെ പുറത്താക്കിയ മക്കള്, ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുള്ള മക്കള്, വിവാഹമോചനം നേടിയിട്ട് ഒറ്റയാനായിട്ട് നടക്കുന്നവര്, മക്കളെ വിട്ടുകളഞ്ഞവര്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, 153 ഒരു സാർവത്രികതയുടെ നമ്പറാണ്. ഞാനും നിങ്ങളും ആരെയും മാറ്റി നിർത്തരുത്. ഞാനിപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛന്മാർ വചനം പ്രഘോഷിക്കണം, അതവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അച്ഛന്മാരെ പോലെ തന്നെ അൽമായരും വചനം പ്രഘോഷിക്കണം, കുഞ്ഞുങ്ങൾ പ്രഘോഷിക്കണം, യുവാക്കൾ പ്രഘോഷിക്കണം, പ്രായമായവർ പ്രഘോഷിക്കണം. സർവ്വ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് വലതുവശം ചേർന്ന് ആഴത്തിലേക്ക് വലയിറക്കുമ്പോൾ ആ കടലിൽ ഒറ്റ മീനും നഷ്ടപ്പെടാതെ വലക്കകത്തേക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിൽ സാർവത്രികമായിട്ട് സഭയുടെ സുവിശേഷ വേല മുന്നോട്ട് പോകും, സഭയുടെ പ്രേക്ഷിത ദൗത്യം മുന്നോട്ട് പോകും. ആരെയും മാറ്റി നിർത്തരുത്. ആ ഒരു കാഴ്ചപ്പാട് വളരെ വിലപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാനും നിങ്ങളൊക്കെ പള്ളിക്കകത്ത് മാത്രം ഒതുങ്ങുക. പള്ളിക്കകത്ത് വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, പള്ളി വളരെ ആവശ്യമാണ്. നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ സുവിശേഷ പ്രസംഗത്തിൻ്റെ പീഠങ്ങളാണ്. നിങ്ങളുടെ വക്കീൽ കോർട്ടിൻ്റെ അകത്ത് നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങൾ പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി വാദിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഓർക്കണം. നിങ്ങളുടെ സ്റ്റെറ്റസ്കോപ്പ് വെച്ചിട്ട് നിങ്ങൾ ആളുകളെ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുകാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർത്ത് വലയിറക്കിയാൽ ഈ തിബേരിയോസ് കടലെന്ന വലിയ ലോകത്തിൽ നമ്മുടെ വലയിൽ പിടിക്കാൻ പറ്റാത്ത ഒറ്റ മീനും ഉണ്ടാകില്ല. ദൈവം മഹത്വപ്പെട്ടവനാകട്ടെ. അതാണ് സുവിശേഷ വേല, അതാണ് പ്രേക്ഷിത ശുശ്രൂഷ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ കൂടെ പറയാൻ ആഗ്രഹിച്ചത്, മടുപ്പ് തോന്നാതെ കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പിറകെ പോകാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. നമുക്ക് 153 മത്സ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മുടെ വലയുടെ വലുപ്പം വർദ്ധിപ്പിക്കാം. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരും ചേർന്ന് വലയിറക്കുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിധത്തിൽ വലയിറക്കുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രസാദാത്മകമായിട്ടുള്ള പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങൾ കാണുന്നവനെ, കേൾക്കുന്നവനെ, നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ വീഴാനും 100 മേനി ഫലം പുറപ്പെടുത്തുവാനും നീടയാക്കണേ. മടുപ്പ് കൂടാതെ നിന്നെ അനുഗമിക്കാൻ, തീക്കല്ല് ചവിട്ടി നിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, സാർവത്രിക സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിലെ കരംകോർത്ത് വലയിറക്കാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണേ. നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, തിരുവോസ്തിരൂപനായി ഞങ്ങളെ മധ്യേ കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുമടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അനേകം ആയിരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം ക്രിസ്തുവിനെ മരിച്ചിൽ ഉയർപ്പിച്ച അതേ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. കർത്താവിന്റെ ഉദ്ധാന ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ വേണ്ടി ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നന്ദി പറയുന്ന കർത്താവെ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവെ, തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ, വേദനിച്ചിരിക്കുന്ന മനസ്സുകളെ, കർത്താവെ, കഷ്ടതകൾ മൂലം നട്ടം തിരിയുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, സൗഖ്യമാക്കണമേ. ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവെ, കുടുംബങ്ങളെ കഴുകണമേ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളുടെ സങ്കടങ്ങളെ ആനന്ദമാക്കിയതിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സാത്താന്റെ ചതിക്കുഴികളെ തിരിച്ചറിയുക. നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.